ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ പൊതുവെ ഇടത്തേക്കും പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിൽ ഭൂരിഭാഗം തവണയും വലത്തേക്കും ചായുന്നതാണ് ആലപ്പുഴയുടെ ഒരു ശീലം. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൈവിട്ടുപോയ ഏക സീറ്റ് തിരിച്ചു പിടിക്കണമെന്ന് UDFും കയ്യിൽ കിട്ടിയ ഏക മണ്ഡലം നഷ്ടപ്പെടുത്തരുതെന്ന വാശിയിൽ LDFും കളം നിറയുമ്പോൾ പ്രതീക്ഷിച്ചതിലധികം വോട്ട് സമ്മാനിച്ച ആലപ്പുഴയിൽ എങ്ങനെയും താമര വിരിയിക്കാൻ NDAയും കരുക്കൾ നീക്കുന്നു. കഴിഞ്ഞ തവണ ഇരു മുന്നണികളിലും മുസ്ലിം സ്ഥാനാർത്ഥികളായിരുന്നതും ഹിന്ദു വോട്ടുകളുടെ ഒഴുക്കുണ്ടായതും BJPക്ക് ഗുണം ചെയ്തിരുന്നു. ഏറ്റവുമധികം ഈഴവ വോട്ടർമാരുള്ള മണ്ഡലമാണ് ആലപ്പുഴ. എന്നാൽ അത്തരം പക്ഷഭേദമൊന്നും മണ്ഡലം കാണിക്കാറുമില്ല. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൽ നിന്ന് ആലപ്പുഴയിൽ മത്സരാർത്ഥിയായി പാർട്ടി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്ന KC വേണുഗോപാൽ എത്തിയത് പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശമുണ്ടാക്കിയിട്ടുണ്ട്. ഈ ആവേശം വോട്ടായി മാറിയാൽ ആലപ്പുഴ വീണ്ടും KCക്ക് സ്വന്തമാകും. എന്നാൽ ആവേശം UDFന് അനുകൂലമാകില്ലെന്നാണ് LDFന്റെ കണക്കുകൂട്ടൽ. UDF സ്ഥാനാർത്ഥിയെ കാണാനില്ലെന്നാണ് ഇടതുപക്ഷവും NDAയും ഉയർത്തുന്ന ആക്ഷേപം. കോൺഗ്രസിന്റെ ദേശീയ വിഷയങ്ങളിലും രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരുമ്പോൾ ആലപ്പുഴയിലെ UDF പ്രചരണത്തിൽ ഭൂരിഭാഗം ദിവസങ്ങളിലും സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം ഉണ്ടാകാറില്ല. ഇതോടെ ദേശീയ തലത്തിലെ ഉത്തരവാദിത്തം KC വേണുഗോപാലിന് ആലപ്പുഴ മണ്ഡലത്തിൽ ഒരുപോലെ ഗുണദോഷ ഘടകമായേക്കും. പ്രചാരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നേതാക്കൾക്കും അണികൾക്കുമാണ്. KC വേണുഗോപാലിന്റെ രാഷ്ട്രീയ തിരക്ക് ആലപ്പുഴയിലെ വോട്ടർമാരെ നിരാശരാക്കുന്നുവെന്ന വിമർശനമാണ് ഉയർന്നിട്ടുള്ളത്. വളരെ നേരത്തെ പ്രചരണം ആരംഭിച്ച ഇടതുമുന്നണി സ്ഥാനാർത്ഥി AM ആരിഫ് റോഡ് ഷോകളും കുടുംബ സംഗമങ്ങളും പൂർത്തിയാക്കി ബൂത്തുതല കൺവെൻഷനുകളിലേക്ക് കടന്നു. കടുത്ത മത്സരം നേരിടുന്ന മണ്ഡലത്തിൽ പ്രചാരണത്തിൽ മുന്നിൽ നിൽക്കുന്നത് ഇടതുപക്ഷമാണ്. BJPയും റോഡ് ഷോകൾ പിന്നിട്ട് കുടുംബ സംഗമങ്ങൾ ആരംഭിച്ചു. UDFന്റെ പ്രചരണം ഇപ്പോഴും റോഡ് ഷോകളിൽ തുടരുകയാണെന്നതാണ് പ്രധാന പോരായ്മ. 3 തവണ MLAയും 2 തവണ MPയുമായിരിക്കാൻ നടപ്പാക്കിയ വികസനങ്ങളാണ് KC വേണുഗോപാലിന്റെ പ്ലസ് പോയിന്റ്. ഒപ്പം രാഷ്ട്രീയത്തിന് അതീതമായി അദ്ദേഹം മണ്ഡലത്തിൽ വളർത്തിയെടുത്ത വ്യക്തിബന്ധങ്ങളും. മണ്ഡലത്തിന്റെ ഓരോ കോണിലും ജനങ്ങളെ പേരെടുത്ത് അഭിസംബോധന ചെയ്യുന്ന ദേശീയ നേതാവെന്ന വികാരം ജനങ്ങൾക്കിടയിലുണ്ട്. വിജയം ഉറപ്പാക്കാൻ KCയെ കളത്തിൽ ഇറക്കിയതോടെ അവസരം നഷ്ടപ്പെട്ടവർ കാലുവാരില്ലെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത്. NSSന്റെ മാനസിക പിന്തുണയും UDFനെ തുണയ്ക്കാനാണ് സാധ്യത. മോദി ട്രെൻഡിൽ മണ്ഡലത്തിൽ വോട്ട് ചോർച്ചയുണ്ടായാൽ ആ വോട്ടുകളിൽ സിംഹഭാഗവും കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിൽ നിന്നാകും. കഴിഞ്ഞ 5 വർഷം കൊണ്ട് മണ്ഡലത്തിലാകെ വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് AM ആരിഫും ലക്ഷ്യം കണ്ടിട്ടുണ്ട്. കോളേജ് രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് കാലം മുതൽ പരാജയത്തിന് കയ്പുനീർ അനുഭവിച്ചിട്ടില്ല. മുതിർന്ന നേതാവ് KR ഗൗരിയമ്മയെ അടക്കം പരാജയപ്പെടുത്തിയായിരുന്നു രാഷ്ട്രീയ മുന്നേറ്റം. പ്രചരണ രംഗത്ത് ഒരു പിടി മുന്നിൽ നിൽക്കുമ്പോഴും മുൻകാലങ്ങളെ അപേക്ഷിച്ച് വികസന വിഷയങ്ങളിൽ പിന്നോക്കമാണെന്ന ആക്ഷേപമാണ് എതിരാളികൾ ആരിഫിനെതിരെ ഉയർത്തുന്നത്. മണ്ഡലം നിലനിർത്തുക എന്നത് ഇടതുമുന്നണിക്ക് അഭിമാന വിഷയമാണ്. മത്സരിച്ച തിരഞ്ഞെടുപ്പുകളിലെല്ലാം മണ്ഡലത്തിലെ വോട്ടുകൾ ഉയർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. കേരളത്തിലെ വനിതാ രാഷ്ട്രീയ നേതാക്കളിൽ പ്രമുഖ ഇന്ന് ഇമേജ് ശോഭയ്ക്കുണ്ട്. ഒപ്പം ഈഴവ പ്രാമുഖ്യമുള്ള ആലപ്പുഴയിലെ സാമുദായിക സമവാക്യങ്ങളും അനുകൂലമായാൽ BJPക്ക് മണ്ഡലത്തിലെ വോട്ട് നില ഉയർത്താനാകും. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് ശബരിമല വിഷയം ഏറെ ചർച്ചയായിരുന്നു. എന്നാൽ ഇത്തവണ അത്തരമൊരു അടിയൊഴുക്കിന് കാരണമായേക്കാവുന്ന വിഷയങ്ങളില്ല. പ്രചരണത്തിനായി മണ്ഡലത്തിലിറങ്ങിയ ദിവസം മുതൽ താഴെത്തട്ടിലെ ജനങ്ങളിലേക്ക് നേരിട്ടെത്തി വ്യക്തിപരമായ പിന്തുണ ഊട്ടിയുറപ്പിക്കാൻ ശോഭാ സുരേന്ദ്രൻ ശ്രദ്ധിക്കുന്നുണ്ട്. SNDPക്ക് വേരോട്ടമുള്ള ആലപ്പുഴയിൽ BDJSന്റെ സ്വാധീനം ഗുണം ചെയ്യുമെന്ന കണക്കുകൂട്ടലും NDAക്ക് കരുത്തേകുന്നു. സാഹചര്യങ്ങൾ ഇതൊക്കെയാണെങ്കിലും ഇടതുമുന്നണിക്ക് ജയിച്ചേ പറ്റൂ. അതിൽ കുറഞ്ഞതൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് തന്നെ കളം നിറഞ്ഞു നിൽക്കുകയാണ് ആരിഫ്.